കൊള്ളാലോ ഐഡിയ, എന്നൊന്ന് കാണട്ടെ. വാശിയാണോ? ആ വാശി തന്നെ. താൻ അത്രയ്ക്ക് ധൈര്യമുള്ള മോളാണെങ്കിൽ ഒന്ന് ഇറങ്ങി അങ്ങ് നടന്നു പോയേ. വെല്ലുവിളിക്കല്ലേ, ഞാൻ ചെയ്യും. എന്നാ ചെയ്യ്. നമുക്ക് തടസ്സമാകുന്നതെല്ലാം വെട്ടി മാറ്റണം. പലതവണ കണിമംഗലത്തെ സിംഹാസനത്തിനു മുൻപിൽ ഇടറി വീണതാണ് ഞാനും നീയും. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും ഒരവസരവും കൊടുക്കാൻ പാടില്ല. ബെഞ്ചമിൻ, ഇന്നത് ചെയ്യാൻ പറ്റുമോ തനിക്ക്? ശ്യാമയെ അവസാനിപ്പിക്കാൻ പറ്റുമോ തനിക്ക്? ഞാൻ ചെയ്തോളാം സാർ. ഇന്ന് രാത്രി തന്നെ സാറിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും. കമ്പനിയുടെ തിരിമറിയുടെ കാര്യത്തിൽ തനിക്കെതിരെ ഏട്ടന്റെ പരാതിയുണ്ട്. പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നേരിട്ടൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? തടസ്സങ്ങൾ ഉണ്ടാവട്ടെ സാർ. അപ്പോഴല്ലേ ചെയ്യുന്ന ജോലിക്കൊരു ത്രില്ലുണ്ടാവും. പോലീസുകാരോ അവരുടെ അന്വേഷണമൊന്നും എന്നെ ബാധിക്കില്ല. ഗായിക ശ്യാമ ഇന്ന് എന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു കരിനിഴൽ ആരെങ്കിലും വീഴ്ത്തിയാൽ അതങ്ങ് തുടച്ചു മാറ്റണ്ടേ സാർ? വെൽ ഡൺ. ഇങ്ങനെ ചിന്തിക്കുന്നവരെ കൂടെ കിട്ടാൻ എളുപ്പമല്ല. നമുക്കൊരുപാട് നേടാനുണ്ട്. വലിയൊരു ഭാവി നമ്മളെ കാത്തുകിടക്കുക. അതിനിടയിൽ ഇതുപോലെ ശ്യാമയെ പോലെ ചില തടസ്സങ്ങൾ, അതങ്ങ് വെട്ടി നീക്കി മുന്നോട്ടങ്ങ് പോണം. വേണ്ടേ? വേണം സാർ. അപ്പോ എന്നെ ഏൽപ്പിച്ച ജോലിക്ക് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ? ഓക്കെ ബെഞ്ചമിൻ. ഹോ, എന്തൊക്കെ പറഞ്ഞാലും മനസ്സിനിപ്പോ വല്ലാത്തൊരു ആശ്വാസമുണ്ട് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്യാമയ്ക്ക് മാത്രമേ തോന്നൂ. ആ, സമ്പാദിച്ചു വച്ചതൊക്കെ മകൾക്ക് വേണ്ടിയാണെന്ന് ശ്യാമ പറഞ്ഞു. ചിലപ്പോ സ്വാർത്ഥതയുള്ള അമ്മയാണെങ്കിൽ മകളും അവളെ വിവാഹം കഴിച്ചവനും മാത്രമേ അതൊക്കെ ആസ്വദിക്കട്ടെ എന്ന് കരുതുമായിരുന്നില്ലേ? പ്രത്യേകിച്ച് കുടുംബത്തിന്റെ കടം വീട്ടാൻ തന്റെ സമ്പത്ത് വിട്ടുകൊടുക്കണോന്ന് ആഗ്രഹിക്കില്ലല്ലോ. ഞാനും ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. മരുമക്കൾ വന്നു കയറുമ്പോൾ അവരുടെ കുടുംബം സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധുക്കളാണ്. ഇതിപ്പോ ബന്ധം കൊണ്ട് മാത്രമല്ല, ചെയ്യുന്ന കർമ്മം കൊണ്ടും ശ്യാമ നമ്മുടെ കുടുംബത്തിൽ ഒരാളായി മാറിയിട്ടുണ്ട്. പരമേശ്വര, നീ ഇതുവരെ മനസ്സുകൊണ്ടുപോലും ഒരാളെ ദ്രോഹിക്കുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. എന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീയും നിന്റെ സ്ഥാപനങ്ങളും നമ്മുടെ കുടുംബവും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ പൂർണ്ണമായി നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരു കൈ സഹായം ശ്യാമയെ ഏൽപ്പിച്ചു എന്ന് കരുതിയാ മതി. അതെ അമ്മേ. പെട്ടെന്നൊരു ദിവസം ആളുകളുടെ മുന്നിൽ ഒന്നുമില്ലാത്തവനായി തലകുനിച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് നല്ല ടെൻഷനുണ്ടായിരുന്നു. രാധികമോളുടെ അവകാശത്തിൽ നിന്ന് എടുക്കുന്ന ഓരോ പൈസയും കൃത്യമായി അവൾക്ക് തിരിച്ചു കൊടുക്കണം. അത് അവളുടേത് തന്നെയാ. ഒരു ബാങ്ക് ലോൺ പോലെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് സഹായങ്ങൾ വാങ്ങാറുള്ളത് പോലെ. അങ്ങനെയാ ഞാനിപ്പത് കാണുന്നത്. അതെ, അങ്ങനെ കാണുന്നു, അത് വീട്ടുന്നു, അതൊക്കെ നല്ല കാര്യമാ. പക്ഷേ ഇത് മോള് കേൾക്കി പറയാൻ നിൽക്കണ്ട. എന്നെ അത്രയ്ക്ക് അകറ്റിയെന്നും പറഞ്ഞ് അവള് പിന്നെ കരയാൻ തുടങ്ങും. ഏയ്, ഞാനൊന്നും പറയുന്നില്ല. താനത് മനസ്സിൽ വെച്ചാ മതി. അഥവാ എനിക്കെന്തെങ്കിലും വന്നാൽ പോലും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? മനസ്സിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന കാര്യം വന്നാല് ഉടനെ തന്നെ മരണത്തിനെക്കുറിച്ച് പറയും. മനുഷ്യന്റെ കാര്യമല്ലേ അമ്മേ, എല്ലാം ഒന്ന് പറഞ്ഞേൽപ്പിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞു ഏൽപ്പിക്കണ്ട.
കേൾക്കുമ്പോ മനസ്സിന് എന്തൊരു വിഷമാണെന്നറിയൂ. പറയുന്ന ആൾക്ക് എളുപ്പോ ആർക്കും എന്തും സംഭവിക്കാലോ, എപ്പ വേണോ സംഭവിക്കാലോ എന്നൊക്കെ ചോദിക്കും. കേൾക്കുന്നവരുടെ ഉള്ളിലെത്തി. ആ മതി മതി. തൽക്കാലം കിട്ടിയ ആശ്വാസത്തിൽ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഉം? ഇതെന്തു പറ്റി? ഏയ് ഒന്നുമില്ല. വീട്ടിലിരുന്നിട്ട് മൂഡ് ഓഫാ. അതൊന്ന് മാറ്റാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ ശരിക്കും സംഭവിച്ചേ? വീട്ടിലിരുന്നതിനേക്കാളും മോശം അവസ്ഥയായിപ്പോ. എന്താ ഇപ്പൊ ശരിക്കുള്ള പ്രശ്നം? പ്രശ്നങ്ങൾ തനിക്കറിയില്ലേ? ഈ തോറ്റുപോകാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. മറികടക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പരിഹാരം ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ തളർന്നു പോവുക തന്നെ ചെയ്യും. പക്ഷേ കണിമംഗലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായല്ലോ. അമ്മ ഉറപ്പ് തന്നല്ലേ 1-2 ദിവസങ്ങൾക്കകം എല്ലാവർക്കും കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുക്കും. കണിമംഗലത്തിന് യാതൊരു ബാധ്യതയില്ല. പിന്നെന്താ പ്രശ്നം? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഭക്ഷണം അവിടെ തിരികെ കൊടുത്തിട്ട് അതുവഴി അങ്ങ് പോയേക്കാം. എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടെങ്കിലും. ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാ യാത്ര ചെയ്യുന്നേ? രാത്രിയാ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാലോ? ആ, ഞാൻ അവരുടെ കൂടെ അങ്ങ് പോവും. ശരിക്കും പോവോ? പോന്ന് പറഞ്ഞാ പോവും. എന്നിട്ടെന്താ? ആ, പിന്നെ ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരും. കൊള്ളാലോ ഐഡിയ. എന്നൊന്ന് കാണട്ടെ. വാശിയാണോ? ആ, വാശി തന്നെ. താൻ അത്രയ്ക്ക് ധൈര്യമുള്ള മോളാണെങ്കിൽ ഒന്ന് ഇറങ്ങി അങ്ങ് നടന്നു പോയേ. വെല്ലുവിളിക്കല്ലേ, ഞാൻ ചെയ്യും. എന്നാ ചെയ്യ്. ശരിക്കും പോവാ? അതെ. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. താൻ പോയ പിന്നെ ഞാനെങ്ങനെ